എടാ മക്കളെ, ഈ പാപ്പന്റെ പിങ്കിയാടിനെ പിടിച്ചത് ഏത് പുലിയാണെങ്കിലും ആ പുലിയെ പാപ്പൻ ജീവനോടെ ഇവിടെ കൊണ്ടുവരും. ഈ നടുവെട്ടിയിരിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോണോ പാപ്പ? പറഞ്ഞു വല്ലാതെ നേരാന്നല്ലോ. ഇനിയിപ്പൊ എന്നാ ചെയ്യും കർത്താവേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആ പുലിവേട്ടക്കാരൻ വാറുണ്ണിയെ വിളിച്ചാല്. അത് മതി. വാറുണ്ണിയാകുമ്പോ പുലിനെ വേണ്ടി വെച്ച് പിടിക്കും. നോക്കിയിരിക്കാതെ ഫോൺ എടുത്ത് വാറുണ്ണിയെ പിടിയച്ചോ, അല്ല വിളിയച്ചോ. അല്ല, വാറുണ്ണിയല്ലേ? ഞാൻ പുലിയന്നൂർ ഗ്രാമത്തിൽ നിന്ന് ഫാദർ കുറ്റിക്കാട്ടിലെത്തി. പുലി ഇറങ്ങി. വാറുണ്ണി എത്രയും പെട്ടെന്ന് എത്തണം. സ്തുതി. സുധിയൊക്കെ മതി. വാറുണ്ണി എന്നാ പറഞ്ഞേ? അവൻ വരാന്ന് പറഞ്ഞു. എന്നാ എത്രയും പെട്ടെന്നൊരു വണ്ടി അയച്ചു കൊടുക്ക്. വണ്ടി വേണ്ട, അവൻ നീന്തി വരാന്ന് പറഞ്ഞു. നീന്തി വരാന്നോ? അതിനാച്ചോ അങ്ങനെ? ചിലപ്പോ അതായിരിക്കും എൻട്രി പഞ്ച്. ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകും പുഴ പോലെ ഇടയ്ക്ക് തളിക്കും ഇടയ്ക്ക് വിളറും ഇവിടെ ജീവിതങ്ങൾ. ഓഹോ, ഇവിടെ ജീവിതങ്ങൾ. പുലിവേട്ടക്കാരൻ വാറുണ്ണി വന്നേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അയ്യോ വാർണി ചേട്ടാ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു വേട്ടക്കാരനെ ജീവനോട് കാണുന്നത്. എന്നതാ പേര്? പാപ്പൻ. അച്ചോ, ഏതാ ഈ കോപ്പൻ? ഓപ്പനോ? ഓപ്പനല്ലടാ പാപ്പൻ, ഷാജി പാപ്പൻ. എന്റെ ആടിനെ ആ പുലി കൊണ്ടുപോയെ. അവന്റെ ഒരു ആട്. അങ്ങോട്ട് മാറിയിക്ക്, കൊച്ചി ഇങ്ങോട്ട് മാറി. എന്നതാ കൊച്ചിന്റെ പേര്? സെൽവി. സെൽവിയുടെ കൂടെ നിന്ന് ഞാനൊരു സെൽഫി എടുത്തോട്ടെ. അതിനെന്താ, എടുത്തോ. ഇങ്ങോട്ട് ചേർന്ന് നിൽക്ക്. കുറച്ചുകൂടെ ചേർന്നോ. നന്നായിട്ട് ചേർന്നോന്നേ. ഇത്രേ ഉള്ളൂ, തീർന്നോ? കഷ്ടം. അച്ചോ, ഇത് കൈവിട്ടു പോകുന്നാ തോന്നുന്നേ. സെൽഫിയോ അതോ സെൽഫിയോ? രണ്ടും. അച്ചോ, ഇത് സെൽഫി എടുപ്പൊന്നുമല്ല. ഇതിവൻ ഈ പെങ്കൊച്ചിനെ വെച്ചിട്ടുള്ള മുതലെടുപ്പാ. ഇങ്ങോട്ട് വന്നടി. നാളെ കല്യാണം കഴിച്ച് വേറെ തേച്ചിട്ട് പോണ്ട പെണ്ണ.